നമസ്കാരം, ഋഷിപ്രപ്നം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇനി നമുക്ക് പൂയ നക്ഷത്രക്കാരുടെ വിഷുഫലത്തെ പരിശോധിക്കാം. പൂയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് മധ്യഷട്കമാണ്. അതുകൊണ്ട് തന്നെ ലോക ബഹുമാനാദി സ്ഥാനമാനങ്ങളും ജനപ്രീതിയും വിശേഷ വസ്ത്ര ആഭരണങ്ങളും ഒക്കെ ലഭിക്കാം. ദേവതയായി ശിവഭഗവാനാണ്. അതുകൊണ്ട് തന്നെ കുടുംബ സുഖഹാനിയും മനോദുഃഖവും അതോടൊപ്പം തന്നെ വന്നേക്കാം. ഇനി നമുക്ക് പൂയ നക്ഷത്രക്കാരുടെ വരുന്ന വിഷുവർഷത്തെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. പൂയ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ശാന്ത പ്രകൃതിയും ധനഭാഗ്യമുള്ളവരും ബുദ്ധിമാന്മാരായിട്ടും പരോപകാരികളായിട്ടും ലജ്ജയില്ലാത്തവരായിട്ടും ഭവിക്കും. സ്ത്രീകൾ ദേവന്മാരിലും ഗുരുക്കന്മാരിലും ഭക്തിയുള്ളവരിലും രമ്യകർമ്മങ്ങളിൽ അധികമായിട്ടുള്ള സുഖവും സന്താനയുക്തയുമായിരിക്കും. വ്യാഴം ജന്മത്തിലും 12ലുമായിട്ട് സഞ്ചരിക്കുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ ഈ കാലത്ത് ദൂരസഞ്ചാരം, ധനനഷ്ടങ്ങൾ, ദുഃഖങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള തടസ്സങ്ങൾ എന്നിവയൊക്കെ ഉണ്ടായേക്കാം. 8നും 9നും വയസ്സിനിടയ്ക്കുള്ളവരാണെങ്കിൽ ജ്വരം, വാദസംബന്ധമായിട്ടുള്ള പീഡ എന്നിവകളിൽ നിന്ന് മുക്തി ഉണ്ടാകുന്നതാണ്. 9 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള പൂയ നക്ഷത്രക്കാർക്ക് ഈ വർഷം വിദ്യയ്ക്ക് അഭിവൃദ്ധിയും മനസ്സിന് സന്തോഷവും ലഭിക്കുന്ന പല കാര്യങ്ങൾ സംഭവിക്കുന്നതാണ്. 27 വയസ്സിന് മുകളിൽ 32 വയസ്സ് വരെയുള്ളവർക്ക് ഈ വർഷം ശരീരത്തിന് ക്ഷീണവും ആലോചന കൂടാതെയുള്ള പ്രവർത്തികളിൽ നിന്നുള്ള ദുരിതങ്ങളും അല്പസുഖവും ലഭിക്കുന്നതാണ്. കൂടാതെ 32 വയസ്സ് മുതൽ 52 വയസ്സ് വരെയുള്ളവർക്കും വിശേഷ വസ്ത്രങ്ങളുടെ ലാഭം ഉണ്ടാകുന്നതാണ്. കൂടാതെ സമ്പത്തും ശത്രുനാശവും കീർത്തിയും ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ 52 വയസ്സ് മുതൽ 58 വയസ്സ് വരെയുള്ളവർക്ക് ഈ വർഷം ചെറിയ ചെറിയ രീതിയിലുള്ള അലച്ചിലും അതുകൊണ്ട് തന്നെ നേട്ടങ്ങളും ഉണ്ടാകാം. 58 വയസ്സ് മുതൽ 68 വയസ്സ് വരെയുള്ളവർക്ക് ഈ വർഷം സുഖഫലങ്ങളും കുടുംബസുഖവും, 68 മുതൽ 75 വയസ്സ് വരെയുള്ളവർക്ക് ഈ വർഷം അധ്വാനത്തിൽ നിന്നുള്ള ഗുണഫലങ്ങളും സ്വപരിശ്രമം കൊണ്ടുള്ള നേട്ടങ്ങളും ഉണ്ടാകാം. 75 വയസ്സ് മുതൽ പ്രായമുള്ളവരെ സംബന്ധിച്ച് ഈ വർഷം ശാരീരിക അസ്വസ്ഥതകളും പരിശ്രമങ്ങൾക്ക് വേണ്ടത്ര പ്രതിഫലം ലഭിക്കാത്ത സ്ഥിതിയും ഒക്കെ ഉണ്ടാകാം. പൂയ നക്ഷത്രക്കാർക്ക് 12ലും ജന്മരാശിയിലുമായിട്ടാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. 9ൽ ശനിയും 8മത്തിൽ രാഹുവും സഞ്ചരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രായണ അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളാണുള്ളത്. ഏതു രംഗത്തും വിജയം അനായാസമാക്കില്ല. പോരാട്ട വീര്യവും സ്ഥിരോത്സാഹവും ക്ഷമയും ആവശ്യമാണ്. വാഗ്ദാനങ്ങൾ ലംഘിക്കപ്പെട്ടേക്കാം. ബന്ധുക്കളിൽ നിന്ന് സഹായം ലഭിക്കണമെന്നില്ല. വിദ്യാഭ്യാസ കാര്യത്തിൽ തടസ്സങ്ങളും ഉണ്ടാകാം. ന്യായമായിട്ടുള്ള അവകാശങ്ങൾ ബലം ചെലുത്തി നേടേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാം. സുഹൃത്തുക്കൾ വഞ്ചിക്കുകയാണ് എന്ന തോന്നലുണ്ടായേക്കാം. ചെയ്തു പോന്നിരുന്ന തൊഴിലിൽ വളർച്ച പരിമിതമായിരിക്കും. അധികമായി മുതൽ മുടക്കുന്നത് ആലോചിച്ചു വേണം.